പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിക്ക് അഭിവാദ്യം അർപ്പിച്ച് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പുത്തനത്താണിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊന്നാനി മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MP അബ്ദുസമദ് സമദാനി സാഹിബാണ് മത്സരിക്കുന്നത്. അതിൻ്റെ വിളംബര ജാഥയാണ്, ജനങ്ങളെ അറിയിക്കുന്ന വിളംബര ജാഥയാണ് ഇന്ന് പുത്തനത്താണി ഇവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വോട്ടർമാരും ഭാരതത്തിൻ്റെ സുരക്ഷിതം കാക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊന്നാനി മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം കോണിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. കോണി അറിയാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പൊന്നാനി പാർലമെൻറ്റിലേക്ക് ബഹുമാന്യനായ സമദാനി സാഹിബിനെ പ്രഖ്യാപിച്ചതോടുകൂടി പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ UDFൻ്റെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സമദാനി സാഹിബിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുത്തനത്താണി ടൗണിൽ ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള ഒരു അഭിവാദ്യ റാലിയാണ് ഇപ്പോൾ കഴിഞ്ഞുപോയിട്ടുള്ളത്. നമുക്കറിയാം, വലിയ പ്രതീക്ഷയോടു കൂടിയാണ് രാജ്യം ഇന്ത്യ സഖ്യത്തെ കാത്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മതേതരത്വ മൂല്യമുള്ള ജനാധിപത്യ മതേതരത്വം ഇവിടെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുന്നത്. ആ ഇന്ത്യ മുന്നണിയുടെ ചിറകിൽ ഒരു പൊൻതൂവലാകാൻ പൊന്നാനിയുടെ പാർലമെൻറ്റേറിയനും പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഇന്നത്തെ പ്രഖ്യാപനത്തോടു കൂടി പുറത്തു വന്നിട്ടുള്ളത്. വരും നാളുകളിൽ UDFൻ്റെ പ്രവർത്തകർ അരയും തലയും മുറുക്കി പൊന്നാനി പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം വളരെ ആവേശത്തോടു കൂടി പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ജാഥ നടത്താൻ പുത്തനത്താണി ടൗണിൽ സാധിച്ചിട്ടുള്ളത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കാത്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് UDFൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അച്ചടക്കത്തോടു കൂടി എല്ലാ UDFൻ്റെ പ്രവർത്തകരും ഇതിലുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി MP അബ്ദുസമദ് സമദാനി മത്സരിക്കും. അബ്ദുസമദ് സമദാനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പുത്തനത്താണിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF ആവേശത്തിലാണ്. പൊന്നാനി മണ്ഡലത്തിൽ MP അബ്ദുസമദ് സമദാനിയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ സമദാനി പൊന്നാനിയിൽ കന്നിയംഗത്തിനാണ് ഇറങ്ങുന്നത്. 17-ാം ലോക്സഭാംഗമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് 2021 മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സമദാനി MP ആയത്. 2011 മുതൽ 2016 വരെ നിയമസഭയിലും 1994 മുതൽ 2006 വരെ രാജ്യസഭയിലും അംഗമായിരുന്നു സമദാനി. UDFൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കേരളത്തിൽ UDFൻ്റെ 20 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ചെയ്യാനുള്ളത്. എന്നപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അബ്ദുസമദ് സമദാനി പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയായതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവേശത്തിലാണ്.
പുത്തനത്താണിയിൽ ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമദാനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MK ഖാലിദ്, KP കുഞ്ഞുമൊയ്തീൻകുട്ടി, ഇക്ബാൽ, ജാസർ KP, കോമു K, ഹാരിസ് പാറക്കാടൻ, ബാബു ചോറ്റൂർ, സലീം AK, ജലീൽ V, ഇർഷാദ് മാനുപ്പ, യൂസഫ് AP, ഉണ്ണി കുറുക്കോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.